ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. മക്കളെടാ, നമ്മളിന്ന് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഹാഫ് എ ഡേ. ഈ ഒരു ചാപ്റ്ററിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പം ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് മീനിങ് പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മക്കൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, ആ ചാപ്റ്റർ കുറച്ച് ടൈറ്റ് ചാപ്റ്ററാണ്, അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ക്ലാസ് 9, അതായത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് 2024-25 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ആ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിന് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് പാസേജ് തന്നിട്ട് അതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് 7 മാർക്കിൻ്റെ റൈറ്റപ്പ് അതല്ലെങ്കിൽ നറേഷൻ, ഈ ടൈപ്പുള്ള ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, 6 മാർക്കിനൊക്കെ വരുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഡയറി, അതേപോലെ തന്നെ ലെറ്റർ, പിന്നെ നമ്മുടെ എന്താ പറയുക ക്യാരക്ടർ സ്കെച്ച്, കോൺവെർസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കോസ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബുക്ക് ആയതുകൊണ്ട് തന്നെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സാധ്യത വെച്ചിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി എക്സാമിന് വരും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വീഡിയോയിലാക്കുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോകളായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് തരുന്നത്. സമ്മറി എന്ന് പറഞ്ഞാൽ റൈറ്റപ്പ്. 7 മാർക്കിന് ഈ ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതാവുന്ന നല്ല കിടിലൻ ഒരു സമ്മറിയാണ്. ഒരുപാടൊന്നുമില്ല. 1, 2, 3, 4, 5 ഒരു 5 ചെറിയ പാരഗ്രാഫുകളുള്ള വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു സമ്മറിയാണ്. നിങ്ങൾക്കിപ്പോൾ ചിലപ്പം ചില ബുക്കുകളൊക്കെ നോക്കിയിട്ട് ഒരുപാട് വലിയ സമ്മറികളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഞെട്ടിപ്പോയിരിക്കാവും. എന്നാൽ പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. ഇനി ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും ഒരു 1.5 പേജെങ്കിലും, അതായത് ഒരു ഫുൾ പറവും അതിൻ്റെ അപ്പുറത്തുള്ള ഒരു പകുതിയെങ്കിലും എഴുതിയാലും മക്കൾക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഉറപ്പിച്ച ഒരു 99% ഇപ്രാവശ്യം ഇതുപോലൊരു ചോദ്യം, ഒരു റൈറ്റപ്പോ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു എസ്സേ ആണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് തന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു എസ്സേ തയ്യാറാക്കുക എന്നുള്ളതാണ് റൈറ്റപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം അത് എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ബാക്കി ഈ ചാപ്റ്ററിന് വരുന്ന ഡയറിയും ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളിലായിട്ട് ചെയ്യാം. അപ്പോൾ മക്കളെ, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റപ്പ്, നറേഷൻ പോലുള്ള ഈ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ പാരഗ്രാഫ് ഒക്കെ പോലുള്ള 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ മക്കൾ നിർബന്ധമായിട്ടും ഹെഡിങ് കൊടുത്തിരിക്കണം. ഹെഡിങ്ങിന് ഒരു 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഹാഫ് എ ഡേ, ആ പാഠത്തിൻ്റെ പേര് തന്നെയാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ ആസ് എൻ അലിഗോറി എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അലിഗോറി എന്ന് പറഞ്ഞാൽ ഉപമ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഇമാജിനേറ്റീവ് ലെവലുള്ള ഒരു സ്റ്റോറി ആണല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ കൊടുത്തത്. നിങ്ങൾക്ക് ഇനി അതൊന്നില്ലെങ്കിൽ ഹാഫ് എ ഡേ എന്തെങ്കിലും കൊടുക്കുക. കുറച്ച് വലിപ്പത്തിൽ സെൻറ്ററിലേക്ക് കൊടുത്താൽ അത്രയും നല്ല കേട്ടോ. ഇതിപ്പോൾ പ്രിന്റിങ്ങിൽ ഇങ്ങനെ വന്നതാണ്. സോ നമുക്ക് ഏതായാലും നോക്കാം. ഹാഫ് എ ഡേ ഈസ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ നോബൽ പ്രൈസ് വിന്നിംഗ് ഈജിപ്ഷ്യൻ റൈറ്റർ നാക്കിബ് മഹ്ഫൂസ്. അതായത് നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള ഈജിപ്ഷ്യൻ എഴുത്തുകാരനായ നാക്കിബ് മഹ്ഫൂസ് എഴുതിയ മനോഹരമായ ഒരു ചെറുകഥയാണ് ഹാഫ് എ ഡേ. അപ്പോൾ നമ്മൾ റൈറ്റപ്പ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുത്തുകാരനൊക്കെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇറ്റ്സ് എൻ അലിഗോറി ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ മാൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മൊത്തം ചക്രം, ജീവിത ചക്രം വിവരിക്കുന്ന ഒരു അലിഗറി, ഒരു ഉപമയാണ് ഈ ഒരു സ്റ്റോറി. ദെൻ ദ റൈറ്റർ ട്രൈസ് ടു റിവീൽ ദാറ്റ് ഹൗ ഫാസ്റ്റ് ചേഞ്ചസ് ഒക്കർ ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര വേഗത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്നാണ് ഈ ഒരു കഥയിലൂടെ നമ്മുടെ എഴുത്തുകാരൻ വിശദീകരിക്കുന്നത് അല്ലേ. നമുക്കറിയാം, ആ കഥ വായിച്ചവർക്കറിയാം എന്താണ്. ഒരു കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, ഉച്ചയ്ക്ക് വരുമ്പോഴത്തേന് ആ കുട്ടി വയസ്സനായി, അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ആ കുട്ടി എന്ത് ചെയ്യാണ്, വയസ്സായി പോവാണ് അല്ലേ, അല്ലെങ്കിൽ വയസ്സനായിട്ട് തിരിച്ചു വരാണ് സ്കൂളിൽ നിന്ന്. അതിലൂടെ കാണിക്കുന്നത് സ്കൂളിൽ പോയാൽ വയസ്സനാവും എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്നാണ് മാറി മറിയുന്നത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങളൊക്കെ ഇപ്പോൾ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് പെട്ടെന്ന് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെയൊക്കെ തോന്നില്ലേ, ചില സംഭവങ്ങൾ അങ്ങനെയാണ്. അപ്പം വളരെ പെട്ടെന്നാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. ഇതാന്ന് പറയുമ്പോഴത്തേക്കാണ് സമയം മുന്നോട്ട് പോകുന്നതെന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയിരിക്കുന്നത്. എന്നൊക്കെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, നമ്മുടെ കഥയുടെ തുടക്കത്തിൽ വി ക്യാൻ സീ ദ നറേറ്റർ. നമ്മുടെ നറേറ്റർ ആരാ, ഒരു കൊച്ചു പയ്യനാണ് അല്ലേ, ആസ് എ ലിറ്റിൽ ബോയ്, ഒരു കുട്ടിയായിരുന്ന ഈ നറേറ്റർ എൻറ്ററിങ് സ്കൂൾ ഫോർ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത് അല്ലേ. ബട്ട് ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, പക്ഷെ നമ്മുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി ലീവ്സ് ദ സ്കൂൾ, അദ്ദേഹം സ്കൂളിൽ വിട്ട് വരുന്നത് എങ്ങനെയാണ്, ആസ് എൻ ഓൾഡ് മാൻ ഇൻ എ ഹാഫ് ഡേ, ഒരു പകുതി ദിവസം കൊണ്ട് ഒരു വൃദ്ധനായിട്ടാണ് അയാൾ സ്കൂൾ വിട്ട് വരുന്നത്. ഇതാണ് ഈ കഥയുടെ സംക്ഷിപ്തം അല്ലേ. അപ്പോൾ കഥയുടെ തീമും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്, ദ ബോയ്, അതായത് നമ്മുടെ നറേറ്റർ ഗോസ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ ഇൻ ദ മോർണിംഗ്. രാവിലെ അയാളുടെ അച്ഛൻ്റെ കൂടെയാണ് അയാൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം അവിടെ നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലമാണ് ഓർമ്മ വരേണ്ടത്. കാരണം എപ്പോഴും നമ്മളൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ട്, ഒരു ആശ്രിതനായിട്ട് ഒരു അച്ഛൻ്റെ കൈ പിടിച്ച് പോകുന്ന ഒരു കുട്ടി അല്ലേ. അപ്പം അവൻ സ്കൂളിലേക്ക് പോവാണ്. ദ ബോയ് ബിക്കംസ് നെർവസ്. അപ്പോൾ ആ കുട്ടി ആകെ അസ്വസ്ഥനാണ്, നെർവസ് ആണ്. എന്താ, ഹി ഫീൽസ് ദാറ്റ് ഹി ഈസ് ബീയിങ് പണിഷ്ഡ്. സ്കൂളിൽ കൊണ്ടുവന്ന് തന്നെന്തോ ശിക്ഷിക്കാനാണ്, താൻ എന്തോ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന കുട്ടിക്ക് ഫീൽ ചെയ്യാണ്. ഹിസ് ഫാദർ റിമൈൻഡ്സ് ദാറ്റ് ദ സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെന്റ്.
പണിഷ്മെന്റ്. പക്ഷേ സ്കൂൾ ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല എന്ന് അച്ഛൻ ഇങ്ങനെ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളിൽ നിന്ന്, സ്കൂളിൽ കുറേ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ പീപ്പിളിനെ, നല്ല ഉപകാരപ്രദമായ മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ സ്കൂൾ എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതന്നെയല്ല സ്കൂളിൽ സംഭവിക്കുന്നത്. കുറേ കുട്ടികൾ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് കുറേ കുട്ടികൾ നന്നായിട്ട് വരില്ലേ. അപ്പം നല്ല കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് എന്ത് ചെയ്യാണ് പറയുകയാണ്. ദെൻ ആസ് ഹി വാക്സ് അലോങ് ദ റോഡ്, അദ്ദേഹം ഈ റോഡിലൂടെ നടക്കുന്ന സമയത്ത്, ഈ കുട്ടി ഇങ്ങനെ റോഡിലൂടെ നടക്കുന്ന സമയത്ത്, ഹി എൻജോയ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അറൗണ്ട് ഹിം, അവൻ്റെ ചുറ്റിലുമുള്ള കാഴ്ചകളൊക്കെ അവൻ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത്, അപ്പോൾ കാലത്തിൻ്റെ മാറ്റം കൂടി അതിൽ പറയാണ്. അവൻ്റെ കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ ഈ നറേറ്ററുടെ കുട്ടിക്കാലത്ത് പ്രകൃതിയൊക്കെ വളരെ മനോഹരമായിരുന്നു. ചുറ്റിലും പൂക്കൾ, അതേപോലെ തന്നെ വയലുകൾ, എല്ലായിടത്തും വളരെ രസകരമായ കാഴ്ചകളായിരുന്നു. വലിയ തിക്കും തിരക്കൊന്നും ഇല്ല അല്ലേ. അതായിരുന്നു ഈ കുട്ടിയുടെ കുട്ടിക്കാലം. പക്ഷേ ഇനി എന്താ സംഭവിക്കണം അവൻ്റെ ജീവിതത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഹിസ് ആങ്സൈറ്റി ഇൻക്രീസസ് വെൻ ഹി അറൈവ്സ് അറ്റ് സ്കൂൾ. അങ്ങനെ അച്ഛനതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് വലിയ വിശ്വാസമൊന്നുമില്ല. അവനെപ്പോഴും സ്കൂളിന് എന്തോ ഒരു പണിഷ്മെന്റ്, വലിയൊരു ജയിലായിട്ട്, ഒരു ഫോർട്രസ്, ഒരു കോട്ടയായിട്ടൊക്കെയാണ് അവൻ കരുതുന്നത്. പക്ഷേ അവൻ സ്കൂളിലെത്തുന്ന സമയത്ത് അവൻ്റെ ആങ്സൈറ്റി, കൂടുതൽ ആകാംക്ഷ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എ ലേഡി അഡ്വൈസസ് ദം ടു കൺസിഡർ സ്കൂൾ ആസ് ദെയർ ന്യൂ ഹോം. അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ വന്നു. ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കും. അവർ വന്നിട്ട് എന്താ പറഞ്ഞത്? ഈ സ്കൂളിനെ നിങ്ങൾ നിങ്ങളുടെ പുതിയൊരു വീടായിട്ട് കാണണം എന്ന് പറയാണ്. ഷീ ഓൾസോ ടെൽസ് ദാറ്റ് ദേ വിൽ ഹാവ് ന്യൂ പാരൻസ് ദെയർ. ഇവിടെ നിങ്ങൾക്ക് പുതിയ രക്ഷിതാക്കൾ, പുതിയ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകും. അതായത് ടീച്ചർമാരെ അച്ഛനും അമ്മയെ പോലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ആ ടീച്ചർ നിർദ്ദേശിക്കുകയാണ്. ദെൻ ദ ചിൽഡ്രൻ എൻജോയ് ദ ന്യൂ എൻവയോൺമെന്റ്. അപ്പോൾ ആ സ്കൂളിലെ പുതിയ എൻവയോൺമെന്റ്, ആ പുതിയ പരിസരമൊക്കെ എന്ത് ചെയ്യാണ്, പരിസ്ഥിതിയൊക്കെ അല്ലെങ്കിൽ ആ അന്തരീക്ഷമൊക്കെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. ദേ അറ്റൻഡ് ക്ലാസ്സസ്, അവരവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. പ്ലേ ഗെയിംസ്, പല ഗെയിമുകൾ കളിക്കുന്നു. നാപ്പ്, ഉറങ്ങുന്നു. ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്, പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. ദെൻ ആസ് ടൈം ഗോസ് ഓൺ, അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദേ റിയലൈസ് ദാറ്റ്, അവർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ദ ന്യൂ ലൈഫ് ഓൾസോ ഇൻവോൾവ് സം ഹാർഡ് വർക്ക് ആൻഡ് ഫ്രസ്ട്രേഷൻ. കുറച്ച് ഹാർഡ് വർക്കും കുറച്ച് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. കുറച്ച് ടെൻഷനൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഈ ജീവിതം, പുതിയ ജീവിതം എന്ന് അവർ മനസ്സിലാക്കാണ്. അതായത് സ്കൂളിലെ ലൈഫിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. നമ്മളിങ്ങനെ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ചലഞ്ചുകൾ വരും. പരീക്ഷകളായിട്ടും ജോലിയായിട്ടും കല്യാണമായിട്ടും ഇങ്ങനെ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിൽ ചിലത് ഭയങ്കര ഹാർഡായിരിക്കും, ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഓവർകം. അല്ലേ, നമ്മൾ ചലഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതിൽ പലതും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഓവർകം ചെയ്യും. ചിലതിന് നമുക്ക് ചില സഹായങ്ങൾ കിട്ടും അല്ലേ. ദോ ദ ടീച്ചേഴ്സ് ആർ ഫൺ ആൻഡ് ലവിങ് മോസ്റ്റ് ഓഫ് ദ ടൈം, സംടൈംസ് ദേ ഗിവ് the children some tough tasks and gets annoyed. ഈ ടീച്ചർമാർ പൊതുവേ വളരെ സ്നേഹത്തോടെയാണ് അവരോട് ബിഹേവ് ചെയ്യലും. ചില സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ടഫായിട്ടുള്ള ടാസ്കുകൾ ടീച്ചർമാർ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവരോട് അനോയ് ചെയ്യും, അവരോട് ദേഷ്യപ്പെടാറുണ്ട്. സംടൈംസ് ദ ചിൽഡ്രൻ ഗെറ്റ് മെന്റൽ ആൻഡ് ഫിസിക്കൽ പണിഷ്മെന്റ് ഫ്രം ദ ടീച്ചേഴ്സ്. ചിലപ്പോൾ ഈ അധ്യാപകരിൽ നിന്ന് ടീച്ചർമാരിൽ നിന്ന് എന്ത് ചെയ്യും? കുട്ടികൾക്ക് മെന്റൽ ഫിസിക്കൽ പണിഷ്മെന്റുകളും കിട്ടാറുണ്ട്, നല്ലതെല്ലാം കിട്ടാറുണ്ട്. സോ ഇതും ലൈഫിൽ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത പണിഷ്മെന്റുകളൊക്കെ നമ്മൾക്ക് വന്നു വരും അല്ലേ. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താ സംഭവിക്കണം നോക്ക്. ആസ് ദ നറേറ്റർ കംസ് ഔട്ട് ഓഫ് ദ സ്കൂൾ ഇൻ ദ ഈവനിങ്, അങ്ങനെ വൈകുന്നേരം നമ്മുടെ നറേറ്റർ സ്കൂളിൽ നിന്ന് പോവുകയാണ് അല്ലേ. ആ പോകുന്ന സമയത്ത് ഹി കനോട്ട് ഫൈൻഡ് ഹിസ് ഫാദർ വെയിറ്റിംഗ് ഫോർ ഹിം. അതായത് അച്ഛൻ നേരത്തെ രാവിലെ സ്കൂളിലാക്കി കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു വൈകുന്നേരം ഞാൻ ഇവിടെ ഉണ്ടാവും, നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന്. പക്ഷേ ഇവൻ പുറത്തെത്തിയപ്പോൾ അച്ഛനെ കാണുന്നില്ല. ദെൻ സോ അവൻ ഹി ട്രൈസ് ടു വാക്ക് ഹോം എലോൺ അല്ലേ. അവൻ എന്തുകൊണ്ട് തീരുമാനിക്കുകയാണ്? ഒറ്റക്ക് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അവിടെ ഒരു മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. കാരണം എന്താണ്? അതായത് ആരും സഹായത്തിനില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തില്ലേ. അതായത് കുറച്ചുകൂടി പ്രായമൊക്കെ ഇപ്പോൾ എൻ്റെ കൈ പ്രായത്തിൽ കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ ആരെയും കാത്തിരിക്കുന്നില്ല, നമ്മൾ തന്നെ സ്വയം എല്ലാം ചെയ്യും. ഇപ്പം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ സഹായമോ ടീച്ചേഴ്സിൻ്റെ സഹായമോ ഫ്രണ്ട്സിൻ്റെ സഹായമൊക്കെ വേണ്ടി വരും. പക്ഷേ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? എല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കുട്ടി എത്തി. ദെൻ ഹി മീറ്റ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ ഓൺ ദ വേ. അപ്പോൾ ആ വഴിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിഡിൽ ഏജ്ഡ് മാനിനെ കാണുന്നില്ല. അത് വേണമെന്നില്ല കേട്ടോ, ഇത് ജസ്റ്റ് എന്ത് വിചാരിച്ചാൽ അതൊന്ന് സ്കിപ്പ് ചെയ്യുക, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഒരു മധ്യവയസ്കനെ കാണുന്നു, അവർ തമ്മിൽ വിഷയുന്ന രംഗമൊക്കെ ഉണ്ട്, അത് ഇവിടെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ദെൻ ഹി ഓൾസോ ഫൈൻഡ്സ് ദാറ്റ് ദ സിറ്റി ഹാസ് ചേഞ്ച്ഡ് ഡ്രമാറ്റിക്കലി. അപ്പോൾ ഈ പുറത്തെത്തിയപ്പോൾ ഈ കുട്ടി എന്താ കാണുന്നത്? അവൻ രാവിലെ കണ്ടിരുന്ന ആ പ്രദേശമല്ല വൈകുന്നേരം ഉള്ളത്. വൈകുന്നേരം അത് നാടകീയമായിട്ട് ഡ്രമാറ്റിക്കലി ആ പ്രദേശം മൊത്തം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ അവൻ കാണുന്നുണ്ട്? ദ ഗാർഡൻ ഹാസ് ഡിസപ്പിയർഡ്. രാവിലെ അവിടെ നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ, ആ പൂന്തോട്ടം ഇപ്പോൾ കാണാനില്ല. ദെൻ എന്താ? ദർ ആർ ക്രൗഡ്സ് ഓഫ് പീപ്പിൾ. അവിടെ ഫുള്ള് ജനക്കൂട്ടമാണ്. രാവിലെ ആരും ഇല്ലായിരുന്നു. പിന്നെന്താ? കാറുകളുണ്ട്, ടോൾ ബിൽഡിങ്സ്, നല്ല ഉയരമുള്ള ബിൽഡിങ്ങുകളുണ്ട്. അതെന്താ വൈകുന്നേരം എപ്പോഴത്തേക്കും മുളച്ചു വന്നതാ? അല്ല, അവിടെ ഒരു ടൈം ലാപ്സാണ് കാണിക്കുന്നത് അല്ലേ. സമയം അതിവേഗം സഞ്ചരിച്ചു. ഈ കുട്ടി വൈകുന്നേരമായപ്പോഴത്തേന് പ്രായമായി, അത്രയും കാലം അതിവേഗത്തിൽ കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് എഴുത്തുകാരൻ പറഞ്ഞു തരുന്നത്. ദെൻ
ആസ് എ ഗ്രാൻഡ് ഫാദർ നൗ, ഇപ്പം ആ കുട്ടി ആരായി? ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു മുത്തശ്ശനായി, വേറെ കുട്ടികളൊക്കെ ഉള്ള ഒരു മുത്തശ്ശനായി. ഹീ ഈസ് അണേബിൾ ടു ക്രോസ് എ ബിസി സ്ട്രീറ്റ്. അപ്പോൾ ആദ്യമൊക്കെ അച്ഛൻ്റെ കൂടെ കൈപിടിച്ച് നടന്നു, പിന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പം ആ കുട്ടിക്ക് എന്താണ്? ഇപ്പം ആ കുട്ടിക്ക് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. വീണ്ടും വാർദ്ധക്യത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, കുഞ്ഞായിരിക്കുമ്പോഴും നമ്മളൊരു ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും. അതേപോലെ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും. അതിനിടക്കുള്ള കുറച്ച് യൗവന കാലഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കരുത്തുണ്ടാവും. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു ലൈഫിനെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. നോക്കി, ഈ വണ്ടേഴ്സ്, അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. വെൻ ഹി വുഡ് ബി ഏബിൾ ടു ക്രോസ് ദ ബിസി റോഡ്, ഈ തിരക്കുള്ള റോഡ് ഞാൻ എപ്പോഴാണ് മുറിച്ച് കിടക്കാന്ന് ആ വയസ്സനായിട്ടുള്ള ആ കുട്ടി ആലോചിക്കുകയാണ് അല്ലേ. വയസ്സനായ കുട്ടി, അങ്ങനെ തന്നെ പറയാം. എന്താ, അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് എ ബോയ് ഹൂ വർക്ക്സ് ഇൻ ദ അയണിങ് ഷോപ്പ് കംസ് ടു ഹെൽപ്പ് ഹിം കോളിംഗ് ഗ്രാൻഡ് പാ. ആ സമയത്ത് അപ്പുറത്ത് ഒരു അയണിങ് ഷോപ്പിൽ ഒരു ഇസ്തിരിയിടുന്ന കടയുണ്ട്. ആ കടയിൽ നിന്ന് ഒരു കുട്ടി ഓടി വന്നിട്ട്, മുത്തശ്ശാന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് ഇയാളെ സഹായിക്കുകയാണല്ലേ റോഡ് മുറിച്ച് കിടക്കാൻ. ദിസ് റിവീൽസ് ദാറ്റ് ദ നെറേറ്റർ ഹാസ് ബിക്കം എൻ ഓൾഡ് പേഴ്സൺ നൗ. ആ ഒരു വാക്കിന് ഡയലോഗ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നെറേറ്റർ, സ്കൂളിലേക്ക് പോയിരുന്ന ആ കൊച്ചുകുട്ടിയല്ല ഇപ്പം നമ്മുടെ നെറേറ്റർ. അയാളിപ്പോൾ ഒരു വയസ്സൻ തന്തയായിട്ടുണ്ടെന്നല്ലേ, ഒരു ഗ്രാൻഡ് പി ആയിട്ടുണ്ട്, മുത്തശ്ശനായിട്ടുണ്ട്, നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒരു കൺക്ലൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ദ സ്റ്റോറി ഇംപ്ലൈസ്, ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഹൗ സ്പീഡ്ലി ദ ചേഞ്ചസ് എഫക്റ്റ് ഓൺ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വേഗത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ സ്റ്റോറി നമ്മളെ കാണിക്കുന്നത്. ദ ഹാഫ് എ ഡേ സ്പെൻഡ് ഇൻ എ സ്കൂൾ ഈസ് ദസ് ഈസ് എൻ അലിഗോറി. ആ സ്കൂളിൽ ചിലവഴിച്ച ഹാഫ് എ ഡേ എന്നുള്ള ഒരു അലിഗോറി, ഒരു ഉപമ മാത്രമാണ്. ഹാഫ് എ ഡേ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് കവി നമുക്ക് പറഞ്ഞല്ലേ, അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞതാണ്. ദെൻ ദ നറേറ്റർ എൻഡേഴ്സ് ദ സ്കൂൾ യാർഡ് ആസ് എ ലിറ്റിൽ ബോയ്. ആ സ്കൂൾ മുറ്റത്തേക്ക് വളരെ ചെറുപ്പക്കാരായിട്ട് ഒരു കൊച്ചുകുട്ടിയായിട്ട് എത്തിച്ചേരുന്ന നമ്മുടെ നറേറ്റർ, നമ്മുടെ ആഖ്യാതാവ്, ഈ ലീവ്സ് ഇറ്റ് ആസ് ഗ്രാൻഡ് ഫാദർ ഇൻ എ ഹാഫ് ഡേ. ഒരു ഹാഫ് ഡേ കൊണ്ട് ഒരു മുത്തശ്ശനായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മക്കളെ, ഈ ഒരു എന്ത് ചെയ്യുക, ഈ ഒരു സമ്മറി നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു 7 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ, അതായത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ റൈറ്റപ്പോ അതല്ലെങ്കിൽ 7 മാർക്കിൻ്റെ എന്ത് എസ്സേ ക്വസ്റ്റ്യനോ 6 മാർക്കിൻ്റെ എന്ത് എസ്സേ ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് വരികയാണെങ്കിൽ മക്കളെ ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, ഒന്നും നോക്കണ്ട, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.